പാർട്ടി വ്യത്യാസമില്ലാതെ മലയാളികൾ ഏറെ സ്നേഹിച്ച മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, കല്യാശ്ശേരിയിൽ. 2011 കല്യാശ്ശേരി നിയമസഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് 3 തവണയും CPM-ന് ഭൂരിപക്ഷം കൂട്ടിക്കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. അവസാനം M. വിജിൻ ഇവിടെ നിന്ന് ജയിക്കുന്നത് 44,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. മുൻ SFI സംസ്ഥാന സെക്രട്ടറിമാർ മാത്രം ജയിച്ചു പോകുന്ന മണ്ഡലം എന്ന വിശേഷണവും കല്യാശ്ശേരിക്ക് നൽകാം. നേരത്തെ TV രാജേഷ് 2 തവണ, പിന്നീട് M. വിജിൻ 2021. 44,000 വോട്ടിന് M. വിജിൻ ജയിച്ച ഈ മണ്ഡലത്തിൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ ഭൂരിപക്ഷം മാത്രം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം 1058-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരിഗണനാ വിഷയങ്ങൾ മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ പോലും ഇടതു കോട്ടയിൽ ആ ഇടിവ് എങ്ങനെ ഇടതുപക്ഷത്തിന് സംഭവിച്ചു എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്തായിരിക്കും സാഹചര്യം? പുതിയ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുമോ? മുതിർന്ന നേതാവായ EP ജയരാജൻ്റെ പേരുൾപ്പെടെ ഈ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്. ആരാകും സ്ഥാനാർത്ഥി? എന്താണ് ഇവിടുത്തെ സാധ്യതകൾ? പരിശോധിക്കാം. സി ടൈംസ് ഇലക്ഷൻ റൈഡിംഗ്. കല്യാശ്ശേരിയിൽ എന്തായാലും ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം കിട്ടും. കാരണം കല്യാശ്ശേരി നേരത്തെ ചുമന്ന മണ്ണ് തന്നെയാണ്. അതേമാതിരി ഈ ഗവൺമെന്റ് നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്കും അതേമാതിരി പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് എല്ലാ മാസവും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതും നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ കുറെ കൊടുക്കാത്ത കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും എന്ന് മാത്രം. മറ്റു ഭരണം നല്ല ഭരണമാണ്, നല്ലൊരു ഭരണം ഉണ്ടാവുകയും ചെയ്യും. 100 സീറ്റിൽ ഇടതുപക്ഷം ജയിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇവിടെ ഭൂരിപക്ഷം കൂടുക പറയോ? കൂടും. ഭൂരിപക്ഷം കൂടും. ഇവിടെ 10-15,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദം, അതിലുള്ള പലതും പത്രങ്ങൾ പറയുന്നത്, അതിനെ കുറിച്ചൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ബാധിക്കില്ല. ഇല്ല, അതൊന്നും ബാധിക്കില്ല. അത് ഈ ഇടതുപക്ഷത്തിന് കേരളത്തിൽ എവിടെയും ബാധിക്കില്ല. അതൊരു നാട്ടിന്റെ ഒരു ചെറിയ ഇത് മാത്രം പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇവിടെ എവിടെയില്ല. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചിട്ടില്ല. എവിടെയില്ല. കണ്ണൂർ ജില്ല എന്ന് വെച്ചാൽ ശരിക്കിന്റെ ചെങ്കോട്ടകളല്ലേ, അതുകൊണ്ട്. കല്യാശ്ശേരി പൊതുവിൽ CPM-ൻ്റെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിലൊരു ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടാകും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിൽ അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമാകും. കാരണം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയ ഒരു പ്രയാസമാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം കൂടാനാണ് ചാൻസ്. MLA-യുടെ പ്രകടനമൊക്കെ മികച്ചതാണോ? ഭൂരിപക്ഷം കൂടുമെന്ന് അറിയില്ല. കല്യാശ്ശേരി കിട്ടും, LDF കിട്ടും. പിന്നെ MLA-യുടെ പ്രവർത്തനോ? കുഴപ്പമില്ല, അല്ലേ, നല്ല ഭരണം. സംസ്ഥാന ഭരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? സംസ്ഥാന ഭരണവും നല്ല തന്നെ, മോശമില്ല. അപ്പം ഭരണ തുടർച്ച ഉണ്ടാവോ? ഭരണ തുടർച്ച ഉണ്ടാവും, 100% ഉറപ്പാണ്. അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നാണ്? മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആകാനാ താല്പര്യം. കല്യാശ്ശേരി എന്തായിരിക്കും അവസ്ഥ? ഭൂരിപക്ഷം കൂടും? എന്തായാലും ഭൂരിപക്ഷം കൂടും. ഈ പയ്യന്നൂരിലെ വിഷയം ഇവിടെ ബാധിക്കുമോ? ഇതും വലിയ ബാധിച്ചില്ല. MLA-യുടെ പ്രവർത്തനമൊക്കെ നല്ല പ്രവർത്തനമാണ്. കഴിഞ്ഞതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അതിൻ്റെ ഒരു സൂചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മൊത്തമുള്ളതുപോലെ ഈ മണ്ഡലത്തിൽ അതിന്റെ പ്രതിഫലനം കാണുന്നുണ്ട്. ഭൂരിപക്ഷം കുറയുമ്പോൾ ഭൂരിപക്ഷം നന്നായി കുറയും. കുറയാനാണ് സാധ്യത. MLA-യുടെ പ്രവർത്തനം ചിലപ്പോൾ നല്ല ടൈറ്റും ഫൈറ്റൊക്കെ ആയ ജയിച്ചു പോകാൻ. MLA-യുടെ പ്രവർത്തനം MLA-യുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ളൊരു പരിസര പ്രവർത്തനങ്ങളൊന്നും ഇല്ല. കാരണം മുമ്പേ വെച്ചതല്ലാതെ ഈ 10 വർഷം കാര്യമായിട്ടുള്ള ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഒന്നും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നതായി ഇല്ല. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ പാർട്ടി അണികളുടെ തന്നെ ഭൂരിപക്ഷവും ഫണ്ട് വിവാദവും ഒക്കെ വളരെ അണികളെ തന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കല്യാശ്ശേരി എന്തായാലും CPM തന്നെ കൊണ്ടുവരും. ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം. ഇപ്പോഴത്തെ MLA വരണോ? വിജിൻ തന്നെ വരണോ? നല്ല പ്രവർത്തനമാണ്. നിങ്ങൾ പറയുന്ന പോലെ നല്ല ഭരണം തന്നെയാണ് ഉണ്ടായത്. പയ്യന്നൂരിലെ വിഷയം ബാധിക്കുമോ? ഒന്നും ബാധിക്കില്ല. ഇതെല്ലാം ഇങ്ങനെ എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്നും ആവും ചെയ്യില്ല. ഇത് പഴയ നില തുടരാനാണ് സാധ്യത. ഇപ്പോഴത്തെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുൻപത്തെ സ്ഥിതി തുടരാനാണ് സാധ്യത. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണോ? സംസ്ഥാനത്ത് ഭരണമാറ്റം വേണം. ഒരു പാർട്ടി തന്നെ തുടർച്ചയായിട്ട് ഭരിക്കുന്നത് അവർക്ക് കൂടുതൽ അഴിമതിയും മറ്റേ അധികാരത്തോടുള്ള ഒരു ആർത്തിയും അതിൻ്റെ അണികൾക്കടക്കം ഉണ്ടാവുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഭരണമാറ്റം വേണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സർക്കാരിന്റെ ഭരണം അത്രയും മോശമാണോ? സർക്കാരിൻ്റെ ഭരണം നമ്മുടെ
അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട് ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കും കേരളത്തിലെ ഭരണം ഒട്ടും മികച്ചതല്ല. ഇവിടെ ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഭൂരിപക്ഷത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടോ മണ്ഡലത്തിലും? MLA പ്രവർത്തനമൊക്കെ മോശമില്ലാതെ പ്രവർത്തനം. മോശമല്ലാത്ത പ്രവർത്തനം. ഒരു വർഷം കൂടി വരില്ലായിരിക്കും. MLA പ്രവർത്തനമൊക്കെ ഓക്കെയാണോ? സംസ്ഥാന സർക്കാരിന്റെ ഭരണമൊക്കെ തൃപ്തികരമാണോ? വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ടോ? ഒരു 10-35,000 വോട്ടിൽ ജയിക്കും. ഭൂരിപക്ഷം ഇപ്പോൾ കുറച്ച് കുറയോ? ഇല്ല, പറയാൻ ചാൻസ് ഇല്ല. ഇല്ല, കൂടാൻ ചാൻസ്. MLA പ്രവർത്തനമൊക്കെ സൂപ്പറാണ്. പുതിയ MLA ആണ്, സൂപ്പറാണ്. ഈ ശബരിമല ഇഷ്യൂ, പയ്യന്നൂരിന്റെ വിഷയമൊക്കെ ചർച്ച ആവശ്യമാണ്. പയ്യന്നൂർ കുറച്ച് പേരുടെ അധികാരമോചനം മാത്രം. അതൊന്നും ഇവിടെ ബാധിക്കില്ല. തൊട്ടടുത്ത മണ്ഡലല്ലേ? ഇല്ല, ഒന്നും പയ്യന്നൂർ തന്നെ ബാധിക്കത്തില്ല. പിന്നെ കലാശ്ശേരി മണ്ഡലം ബാധിക്കത്തില്ല. പിന്നെ വിജിൻ ഒക്കെ സൂപ്പറാണ്. പുതിയ MLA ആണ്. കല്യാശ്ശേരി ഭൂരിപക്ഷം വെച്ചാൽ ഈ പ്രാവശ്യം നമ്മളെ പാർട്ടിക്കാരന് വരണം. കുഴപ്പമില്ലാണ്ട് നമ്മൾ തന്നെ ജയിക്കണം. കൂടും. നല്ല MLA ആണോ? പയ്യന്നൂരിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് കല്യാശ്ശേരി. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ആരോപണ ശരങ്ങളുണ്ട് അവിടുത്തെ MLA-ക്കെതിരെ, TA മധുസൂദനെതിരെ. അത് കല്യാശ്ശേരിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും ഇനി വോട്ടർമാരുടെ ഊഴമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം ആർക്ക് എത്ര എന്ന്. സി ടൈംസ് ഇലക്ഷൻ റൈഡ് ഇനി നേരെ തളിപ്പറമ്പ് മണ്ഡലത്തിലേക്കാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മണ്ഡലം. അപ്പോൾ നാളെ തളിപ്പറമ്പിൽ. സി ടൈംസ് ഇലക്ഷൻ റൈഡിനൊപ്പം തുടരുക.